ഓരോ തവണയും കൊച്ചി ബിനാലയിൽ വരുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇവിടെ കുറേ ആർട്ട് ഫോംസും ആർട്ട് ഇൻസ്റ്റാളേഷൻസും ഈ ഡീറ്റെയിലിങ്സ്, അതിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ ഒരു ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ലൈറ്റിങ്, അതിൻ്റെ സൗണ്ട്, അതിൻ്റെ സറൗണ്ടിങ്സ്, അങ്ങനെ എല്ലാം ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്ത സമയത്ത് എന്താണോ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് ആ ഒരു ഏരിയ, ആ ഒരു ഫീൽ കൊടുക്കാനായിട്ട് അതിന് ആപ്റ്റായിട്ടുള്ള ലൈറ്റ് എത്രത്തോളം അതിനെ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ആർക്കിടെക്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് ആലോചിക്കും. അല്ലെങ്കിൽ ഒരു വീട് ഡിസൈൻ ചെയ്യും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോസസ്സും ഇതുപോലെ തന്നെ ഉള്ള ഒരു ഇൻസ്റ്റാളേഷൻസാണ്. ഒരു വീടിൻ്റെ ഓരോ ഏരിയയും നമ്മൾ കല്ലും മണലും ബ്രിക്സും കമ്പിയും സിമെൻറ്റും എല്ലാം വെച്ച് ആർട്ട് ഇൻസ്റ്റാളേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന അതേ പ്രോസസ്സിലാണ് ഓരോ വീടും ഓരോ നിർമ്മിതിയും ഉണ്ടായി വരും. അതിൽ വരുന്ന ലൈറ്റ്, അതിൽ വരുന്ന വെന്റിലേഷൻസ്, കേൾക്കുന്നതും കേൾക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള സൗണ്ട്സ്, അങ്ങനെ എല്ലാം കൊണ്ടും ആ ഒരു വീട് എന്നുള്ളത് ഒരു ബിൽഡിംഗ് അല്ലാതെ അതൊരാളുടെ ഇമോഷനായിട്ട്, അതല്ലെങ്കിൽ അതൊരു ആംബിയൻസ് ഉണ്ടാക്കുന്ന ഒരു ഇടമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിന് ഈ ആർട്ടും അതിൻ്റെ ഓരോ ചെറിയ എലമെൻസിൻ്റെ ഡീറ്റെയിലിങ്ങും അതിൻ്റെ ഫിനിഷസ് അതെല്ലാം കൂടി കമ്പൈൻഡായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമാണ് ഒരു ഭവനം എന്നത്. ആ ഒരു ഭവനത്തിലുള്ള സറൗണ്ടിങ്സും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലേക്ക് വന്നെത്തുകയാണ്. ആ വന്നെത്തുന്നതാണ് ആ വീടിൻ്റെ ഏറ്റവും ഒരു ഭംഗിയുള്ള മൊമെൻ്റായി മാറുന്നത്.